ഹലോ, ഇന്നത്തെ വീഡിയോ മിനിമലിസത്തിനെ കുറിച്ചാണ്. മിനിമലിസം എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും. എന്നാൽ എന്താണ് മിനിമലിസം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പല വിധത്തിലായിരിക്കും. പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പോഷ് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിത രീതിയെ ഒന്ന് ചുരുക്കാൻ സഹായിക്കുന്ന, മിനിമലാക്കാൻ സഹായിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിനെയാണ് മിനിമലിസം എന്ന് പറയുന്നത് എന്ന്. എന്നാൽ അതുമാത്രമല്ല, നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളായിരുന്നാൽ പോലും നമ്മളുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത, വലിയ ഉപയോഗമൊന്നുമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ കൊണ്ട് നിറച്ച് നമുക്ക് തന്നെ ജീവിക്കാനായിട്ട് പല വിധത്തിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും നമ്മുടെ ജീവിതത്തിനെ ഒന്ന് ലളിതമാക്കാനും സഹായിക്കുന്ന നല്ലൊരു ജീവിത രീതിയാണ് മിനിമലിസം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു എക്സ്ട്രീം ലെവലിലുള്ള മിനിമലിസ്റ്റിക് ഹാബിറ്റ്സിനെ കുറിച്ചൊന്നുമല്ല. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് മിനിമലിസം എന്ന് പറയുന്ന ജീവിത രീതി ഫോളോ ചെയ്ത് തുടങ്ങണമെന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആളുകൾക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ചെറിയ ചില നല്ല ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കുഞ്ഞു കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് പറയാനുള്ളത് ഡീക്ലട്ടറിങ് തന്നെയാണ്. മിനിമലിസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ലേണിംഗ് ടു ലിവ് വിത്ത് ലെസ് എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ മിനിമലിസം എന്ന് പറയുന്നൊരു ഹാബിറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇതൊരൊറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ചെറിയൊരു ഏരിയ മാത്രം ക്ലീൻ ചെയ്ത് അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ തന്നെ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയേക്കുക. അപ്പോൾ ഇത് തന്നെയാണ് മിനിമലിസത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് ക്രിയേറ്റ് മിനിമലിസ്റ്റിക് ബഡ്ജറ്റ് എന്നുള്ളത്. ഇവിടെ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം സേവ് മോർ സ്പെൻഡ് ലെസ് എന്നുള്ളതാണ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സേവിങ്സിനാണ്. ഒരുപാട് പിശുക്കി ജീവിക്കണമെന്നൊന്നുമല്ല, പക്ഷേ ഒത്തിരി ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചുരുക്കാനെങ്കിലും ശ്രമിക്കുക. അതിൽ ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരിക. ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് സേവിങ്സിന്, ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനോട് കൂടി തന്നെ ഓരോ മാസവും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ബൈ ക്വാളിറ്റി നോട്ട് ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റി തിങ്സ് വാങ്ങിക്കാനായിട്ട് പണം ചെലവഴിക്കുക. ഒരുപാട് എണ്ണം സാധനങ്ങൾ വാങ്ങിക്കുന്നതിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പകരം വാങ്ങിക്കുന്ന വസ്തുക്കൾ ഉപയോഗമുള്ളതായിരിക്കണം, ദീർഘനാൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരില്ല. അതേസമയം നമ്മൾ ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത വസ്തുക്കളാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ 1-2 മാസമോ അല്ലെങ്കിൽ മാക്സിമം 1 വർഷമോ കഴിയുമ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പണം ചിലവാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഡ്രസ്സായിരുന്നാലും എന്ത് ആക്സസറീസ് ആയിരുന്നാലും അല്ലെങ്കിൽ വീട്ടു ഉപകരണങ്ങളായിരുന്നാലും ശരി, വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റോപ്പ് കമ്പൾസീവ് ഷോപ്പിംഗ് എന്നുള്ളത്. അനാവശ്യമായിട്ട് കടയിൽ കയറുമ്പോൾ കൊള്ളാം എന്നുള്ള രീതിയിൽ ഒരു വസ്തു കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന രീതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർത്തുക. നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് കടയിൽ പോവുക. അത് മാത്രം വാങ്ങിച്ച് തിരിച്ചു പോരാനായിട്ട് കഴിവതും ശ്രമിക്കുക. ഇനി അഥവാ എന്തെങ്കിലും കാര്യം കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തു നമ്മുടെ ലൈഫിലേക്ക് എന്ത് ഉപകാരമാണ് ചെയ്യാൻ പോകുന്നതെന്ന് ശരിക്ക് ആലോചിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു ഷോപ്പിംഗ് അഡിക്ഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അത് മനസ്സിൽ വെച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം മാറിക്കിട്ടുകയും നമുക്ക് ഇമ്പൾസീവ് ഷോപ്പിംഗ് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇനി അടുത്ത കാര്യമായിട്ട് പറയാനുള്ളത് മേക്ക് ഗുഡ് യൂസ് ഓഫ് വാട്ട് യു ഹാവ് ഓൾറെഡി എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എന്തൊക്കെയാണോ ഉള്ളത് അത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന വസ്തുക്കളെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
ഇതിലൂടെ പ്രകൃതിയിലേക്ക് വീണ്ടും വീണ്ടും ചപ്പുചവറുകൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതിനെ തടയാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ പണത്തിനെ മാക്സിമം ഉപയോഗിക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ കഴിവതും വസ്തുക്കൾ റീയൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് ഡിജിറ്റൽ ഡീക്ലട്ടറിങ്. നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ വീടുമൊക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ അതിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ എടുത്തു മാറ്റുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിജിറ്റലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ കൂടി ഒന്ന് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഫോണായാലും നമ്മുടെ ലാപ്ടോപ്പ് ആയാലും അനാവശ്യ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള ആവശ്യമില്ലാത്ത ആ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ളൊരു സമയം കൊടുക്കുക. ദിവസവും ചെയ്യാൻ കഴിയുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാണെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ ഡീക്ലട്ടറിങ്ങിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത ഫയൽസും ആവശ്യമില്ലാത്ത മെയിൽസും ഒക്കെ നിങ്ങളുടെ ഇൻബോക്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ഒരുപാട് അനാവശ്യ ആപ്സ് നിങ്ങളുടെ ഫോണിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഡിജിറ്റൽ സ്പേസ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ക്രിയേറ്റ് മോർ സ്പേസ് എന്നുള്ളതാണ്. വീട്ടിൽ ഒരുപാട് അലങ്കാര വസ്തുക്കൾ നിറയ്ക്കാതിരിക്കുക. ഇത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലർക്ക് ഒരുപക്ഷെ ഒരുപാട് ഇതുപോലെ ഭംഗിയുള്ള വസ്തുക്കളൊക്കെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമായിരിക്കും. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നൊന്നുമല്ല. പകരം നമ്മുടെ വീടിനെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം ഇത്തരം ഡെക്കറേഷൻസ് വെക്കാനും ഫർണിച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്യാനും. അങ്ങനെ ആവുമ്പോൾ നമുക്കത് വൃത്തിയാക്കാനായിട്ട് ഈസി ആയിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഈസി ആയിരിക്കും. മാത്രമല്ല, കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. ഒരുപാട് കൺജസ്റ്റഡ് ആക്കി മാറ്റാതെ നമ്മുടെ വീടിനെ കൂടി ഒന്ന് ശ്വസിക്കാനായിട്ട് അനുവദിക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള മിനിമലിസ്റ്റിക് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഈ മാറ്റങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വരുത്താനായിട്ട് ശ്രമിക്കേണ്ട. സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കുറേശ്ശെയായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊണ്ട് തുടങ്ങുക. പതിയെ ഇത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറിക്കോളും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.